സൂം ഡെസ്റ്റിനി ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അരുവിപ്പുറം മാരായമുട്ടം റോഡിൽ സ്ഥിതി ചെയ്യുന്ന കൊടിതൂക്കി മലയിലെ കുമാരഗിരി ഗുരുക്ഷേത്രവും കുമാരഗിരി സുബ്രഹ്മണ്യ ക്ഷേത്രവും വ്യൂ പോയിന്റും ശ്രീനാരായണ ഗുരു തപസിരുന്ന ഗുഹയുമാണ് ഈ വീഡിയോയിൽ. കുമാരഗിരി സുബ്രഹ്മണ്യ ക്ഷേത്രമാണിത്. പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഇവിടുത്തെ ഓഫീസ് ബിൽഡിംഗ്, ഇവിടുത്തെ വ്യൂ പോയിന്റാണിത്. മൂടൽ മഞ്ഞിന്റെ മൂടൽ കാരണം ദൂരക്കാഴ്ചകൾ അത്ര വ്യക്തമല്ല. അന്തരീക്ഷം ക്ലിയർ ആയിരുന്നുവെങ്കിൽ അടിപൊളി ദൃശ്യമായിരുന്നു ഇത്. കൊടിതൂക്കി മലയ്ക്ക് അടുത്തുകൂടി ഒഴുകുന്ന നെയ്യാറാണ് ആ കാണുന്നത്. ഇവിടേക്ക് റോഡ് മാർഗവും വരാം, അതല്ലെങ്കിൽ പടി കയറിയും വരാം. സൂം ചെയ്തെടുത്ത ദൃശ്യമാണിത്. ആറിനടുത്തേക്ക് മലയിറങ്ങി പോകണം. നല്ല ദൂരവുമുണ്ട്. ഇവിടേക്ക് വരാനുള്ള ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തേക്കാം. അതുപയോഗിച്ച് ഗൂഗിൾ മാപ്പ് നോക്കി ഇവിടെ വരാം. ഏതായാലും ഇവിടെ ഇപ്പോൾ തിരക്ക് കുറവാണ്. സ്വച്ഛവും ശാന്തവും മനോഹരവും മനസ്സിന് കുളിർമയേകുന്നതുമായ അന്തരീക്ഷം. വ്യൂ പോയിന്റിന് താഴെയുള്ള ദൃശ്യം. ഇപ്പോൾ ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഇതാണ് കുമാരഗിരി ഗുരുദേവ ക്ഷേത്രം. ശ്രീനാരായണ ഗുരു ഇവിടെ വരികയും ഇവിടെ വെച്ച് സുബ്രഹ്മണ്യനുമായി സംവദിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. വ്യൂ പോയിന്റിൽ നിന്നും അസ്തമയ സൂര്യനെ കാണുന്നത് അതിമനോഹരമായ കാഴ്ചയാണ്. സുരക്ഷിതമായി ഈ വ്യൂ പോയിന്റിൽ നിന്നും താഴ്വരയുടെയും മറ്റും മനോഹരമായ കാഴ്ചകൾ കാണാം. ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ തപസ്സിരുന്ന ഗുഹയിലേക്ക് പോകാം. പണി നടക്കുന്നത് കൊണ്ടാവാം ഈ വേലിയൊക്കെ പഴയ തടി അറക്കാൻ ഉപയോഗിച്ചിരുന്ന ബ്ലേഡ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പടിക്കെട്ടിറങ്ങി താഴേക്ക് പോകണം ഗുഹയിലെത്താൻ. ഞാൻ ആലോചിക്കുകയായിരുന്നു, ശ്രീനാരായണ ഗുരുവും ശങ്കരാചാര്യരുമെല്ലാം ഇതുപോലെ വനത്തിനുള്ളിലുള്ള ഗുഹകളും മറ്റുമാണ് ധ്യാനത്തിനും തപസ്സനുഷ്ഠിക്കുന്നതിനും മറ്റും തിരഞ്ഞെടുത്തിരുന്നത്. ഇവിടെ നിന്നും അസ്തമയ സൂര്യനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിശബ്ദവും സ്വച്ഛവും പിന്നെ മറ്റു ബാഹ്യ ഇടപെടലുകളിൽ നിന്നും മാറി നിൽക്കുന്നതിനും വേണ്ടിയായിരിക്കും വനത്തിനുള്ളിലെ ഗുഹകളും മറ്റും തിരഞ്ഞെടുത്തിരുന്നത്. കൂടുതലായി ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവുന്നവർ കമന്റ് ചെയ്തേക്കുമല്ലോ. പടിക്കെട്ടുകൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വരാൻ നല്ല സൗകര്യമാണ്. പടിക്കെട്ടുകൾ ഇല്ലാതിരുന്ന കാലത്താണല്ലോ ശ്രീനാരായണ ഗുരു ഇവിടെ വന്നിരുന്നത്. എത്ര ദുർഘടം പിടിച്ചതായിരുന്നിരിക്കും അന്നത്. ഞാൻ മൂകാംബിക ക്ഷേത്രത്തിലും കുടജാദ്രിയിലും അതിനു മുകളിൽ ശങ്കരാചാര്യർ തപസ്സിരുന്ന ശങ്കരപീഠത്തിലും പോയിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന ഭാഗത്ത് ശങ്കരപീഠത്തിനും പിന്നിൽ താഴേക്കിറങ്ങി ചിത്രമൂല എന്ന ശങ്കരാചാര്യർ തപസ്സിരുന്ന ഗുഹയിലേക്കും ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. എത്ര ദുർഘടമാണെന്നറിയാമോ ആ ഗുഹയിലേക്ക് പോകാൻ. ഇരുന്നു നിരങ്ങിയൊക്കെയാണ് ഇറങ്ങിപ്പോയത്. തിരികെ കയറി വരാനും വളരെ കഷ്ടപ്പെട്ടു. ചിത്രമൂല പോലത്തെ പല ഗുഹകളിലും ശങ്കരാചാര്യർ തപസ്സിരുന്നിട്ടുണ്ട്. ആ വനം ഒരു ടൈഗർ റിസർവ് ആണെന്നും രാജവെമ്പാലകൾ ധാരാളം ഉള്ള വനമാണെന്ന് കൂടി ഓർക്കണം. ആ കാണുന്ന പാറകൾക്കിടയിലാണ് ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച ഗുഹ. ഇതാണ് ആ ഗുഹ. അകത്തേക്കിറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്.
ഗുഹയ്ക്കടുത്ത് വെച്ച് കണ്ട പൂച്ച മനുഷ്യരെ പേടിയില്ല, അടുത്തേക്ക് വന്നു. പാറകൾക്കിടയിലൂടെ വൈകുന്നേരത്തെ വെയിൽ ഗുഹയ്ക്കകത്ത് ചെല്ലുന്നുണ്ട്. അകത്തേക്ക് ക്യാമറ ഇറക്കി നോക്കിയപ്പോൾ അത്യാവശ്യം സ്ഥലമൊക്കെ അകത്തുണ്ട്. ഗുഹയുടെ ചുറ്റുപാടും പരിസരവും ഒന്ന് കാണാം. മല്ലുമൽ ബോയ്സ് സിനിമയും ഡെവിൽസ് കിച്ചനുമൊക്കെ ഓർമ്മ വന്നതുകൊണ്ട് അകത്തേക്ക് ഇറങ്ങി നോക്കിയുള്ള സാഹസത്തിന് മുതിർന്നില്ല. അകത്ത് അത്യാവശ്യം സ്ഥലമുണ്ട്. മുകളിലത്തെ പാറയിൽ വെയിൽ അടിക്കുന്നത് കണ്ടോ? അകത്തേക്ക് കൂടുതൽ ദൂരം കയറിപ്പോകാൻ സ്ഥലമുണ്ടെന്നാണ് തോന്നുന്നത്. ഏതായാലും തിരികെ മുകളിലേക്ക് നടന്നു. മനസ്സിന് നല്ല ശാന്തതയും കുളിർമയും കിട്ടുന്ന സ്ഥലം തന്നെയാണിത്. മുകളിൽ ഇപ്പോൾ നടക്കുന്ന പണിയൊക്കെ തീർന്നതിന് ശേഷം വീണ്ടും വരണം. ഇടയ്ക്കിടയ്ക്ക് വേറെയും ആൾക്കാർ വരുന്നുണ്ട്, എങ്കിലും ഒട്ടും തിരക്കില്ല. അസ്തമയ സൂര്യൻ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി ഞാൻ എത്തുന്നതുവരേക്കും ഗുഡ് ബൈ.